അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ 150 കോടി കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി കോടതി തള്ളി. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. കേരള കോൺഗ്രസ് എം നേതാവ് A.H. ഹഫീസാണ് ഹർജി നൽകിയത്. തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ ബൽറാം മട്ടന്നൂർ അന്തരിച്ചു. കളിയാട്ടം, കർമ്മയോഗി തുടങ്ങിയ സിനിമകളുടെ തിരക്കഥാകൃത്താണ് ബൽറാം. സംസ്കാരം ഇന്ന് കണ്ണൂർ പുല്ലൂപ്പി സമുദായ ശ്മശാനത്തിൽ. വടകരയിലെ LDF സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം നടത്തിയെന്ന പരാതിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 4 കേസുകൾ. പ്രവാസികൾക്കെതിരെ 2 FIR. സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞതോടെ പൂരലഹരിയിലേക്ക് കടന്ന് തൃശൂർ. നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരം തുറന്നതോടെ പൂരവിളംബരമായി. ഇനി ആഘോഷത്തിന്റെ മണിക്കൂറുകൾ. റെക്കോർഡുകൾ ഭേദിച്ച് 54,000 കടന്നു മുന്നേറിയ സ്വർണ്ണവിലയിൽ ഇടിവ്. 240 രൂപ കുറഞ്ഞ് ഒരു പവൻ സ്വർണത്തിന്റെ വില 54,120 രൂപയായി. ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 6,765 രൂപയിലാണ് സ്വർണ്ണ വിപണി.